2026 നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്നവരാണോ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലിനിക്കൽസ് കിട്ടുന്ന ഒരു കോളേജിൽ പഠിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കോളേജിന്റെ സ്കിൽ ലാബിലാണ്. ഈ ഒരു സ്കിൽ ലാബ് നോക്കുന്ന സമയത്ത് അൾട്രാ മോഡേൺ ആയിട്ട് ഒരു ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു സ്കിൽ ബേസ്ഡ് ലാബ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലാബുള്ള ഒരു കോളേജാണ് ഈ ഒരു കോളേജ്. അതെ, ഈ ഒരു കോളേജ് കാണിക്കുന്ന ഈ ഒരു എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇതൊരു പ്രഷർ ട്രെയിനറാണ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ട്രെയിനറാണ്, അതുപോലെ തന്നെ ഐ ഇടുന്ന ഒരു ട്രെയിനറാണ്. ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലാവുന്ന സമയത്ത് ആ പേഷ്യന്റെ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അൾട്രാ മോഡേൺ എക്യുപ്മെന്റ് ആണിത്. അതുപോലെ തന്നെ ഒരു പേഷ്യന്റിന് CPR കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മോഡേൺ എക്യുപ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫുൾ ബോഡി കണ്ടില്ലേ, ഈ ഒരു പേഷ്യന്റ് ഇതൊരു പേഷ്യന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഈ ഒരു പേഷ്യന്റിന് CPR കൊടുത്തു കഴിഞ്ഞാൽ CPR കൊടുക്കുന്നത് കറക്റ്റ് ആണോ, അത് കറക്റ്റ് അളവിലാണോ കൊടുക്കുന്നത് ടീച്ചറിന്, ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ ടീച്ചറിന് ആപ്ലിക്കേഷൻ വഴി മോണിറ്റർ ചെയ്ത് കുട്ടികളെ കറക്റ്റായിട്ട് അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്. ഈ ഒരു ബോഡി കണ്ടില്ലേ, ഇത് സത്യം പറഞ്ഞ ബോഡിയുള്ള ഒരു മെഷീനാണ്. അതായത് ഇതൊരു പേഷ്യന്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഏത് ടൈപ്പിലുള്ള സിറ്റുവേഷൻസ്, അതായത് ഇപ്പോൾ ഒരാൾക്ക് വയറുവേദന വരുന്നു, അറ്റാക്ക് വരുന്നു, എങ്ങനെയുള്ള എന്ത് സിറ്റുവേഷനും നമുക്ക് സിസ്റ്റം വഴി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കുട്ടികൾക്ക് അത് എങ്ങനെയാണോ ഡയഗ്നോസ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു എൻറ്റയർ ഓൾ ബോഡി സിസ്റ്റമാണിത്. ഇനിയിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പേഷ്യന്റ് ആക്സിഡന്റ് ആയിട്ടോ അതല്ലെങ്കിൽ ബേണിംഗ് ആയിട്ടോ ഒക്കെ വന്നാൽ ആ പേഷ്യന്റിനെ എങ്ങനെ കെയർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരു ഡമ്മി ബോഡിയിൽ പഠിക്കാൻ പറ്റുന്ന സിസ്റ്റമാണ്. ഇതുപോലെ ഓരോ ഫേസസും എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഡമ്മി ബോഡിയിൽ അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹാൻഡ് ബേൺ ആയിട്ട് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും അറ്റാച്ച് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബുള്ളറ്റ് കൊണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് അയാളുടെ ഈ ഒരു വൂണ്ട് ക്യൂർ ചെയ്യുന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബോഡി ഉപയോഗിച്ച് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, വയ്യാണ്ട് കിടക്കുന്ന ഒരു പേഷ്യന്റ് എങ്ങനെ കത്തിയിടാം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു റൂമാണിത്. ഇത് കണ്ടില്ലേ, പീഡിയാട്രിക്കിൽ എങ്ങനെ ഒരു ഇൻഫന്റ് ബോഡിയിൽ എങ്ങനെ CPR കൊടുക്കാൻ പറ്റുമെന്നും ആ CPR എങ്ങനെ ഫാക്കൽറ്റീസിന് മോണിറ്റർ ചെയ്ത് കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇതൊരു ഇൻഫന്റ് ബോഡിയാണ്, ഇൻഫന്റ് ബോഡിയിൽ എങ്ങനെ CPR കൊടുക്കാമെന്ന് പറ്റും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വഴി ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനെ ട്രാക്ക് ചെയ്യാനും പറ്റും. ഇതൊരു ചൈൽഡ് ബോഡിയാണ്, ഈ ചൈൽഡ് ബോഡിയിൽ എങ്ങനെ CPR കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അത് ടീച്ചേഴ്സിന് ആപ്ലിക്കേഷൻ വഴി ട്രാക്ക് ചെയ്യാനും പറ്റും. ഇത് കണ്ടില്ലേ, ഓബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഒരു സിസേറിയൻ എടുക്കുന്നതും എങ്ങനെയായിരിക്കും നോർമൽ ഡെലിവറി വരുന്നതും അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു പേഷ്യന്റ് നോർമലി നേരിടുന്നത് ആ സിറ്റുവേഷൻസ് എല്ലാം ഈ മെഷീൻസിൽ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് അതിൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും നല്ല സ്കിൽ ലാബും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ലാബും ഉള്ള ഒരു ഏറ്റവും അടിപൊളി കോളേജിലാണ് നിൽക്കുന്നത്. അതും അഫോർഡബിൾ ബഡ്ജറ്റിൽ വരുന്ന ഒരു കോളേജിലാണ് നിൽക്കുന്നത്. സോ ഈ ഒരു കോളേജിന്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞാൻ 100% പറയുന്നു, ഈ ഒരു ക്യാമ്പസ് നിങ്ങൾ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമ്പസ് ഇഷ്ടപ്പെടും.